ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. സാധാരണ ട്വിൻ പ്രഗ്നൻസി എന്നുള്ളത് 10% പ്രഗ്നൻസികളിൽ കാണാറുണ്ട്. ട്വിൻ പ്രഗ്നൻസികൾ രണ്ട് വിധമുണ്ട്, ഐഡൻറ്റിക്കൽ ട്വിൻസും നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസും. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഒരേപോലെ ആയിരിക്കും. അത് ഉണ്ടാകുന്നത് ഒരു ബീജവും അണ്ടവും സംയോജിച്ച് ഒരു സൈഗോട്ട് ഉണ്ടായിട്ട് ആ സൈഗോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ രണ്ടും കുഞ്ഞുങ്ങളായി വളർന്നു വരുന്നതാണ്. അപ്പോൾ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം ഒരുപോലെ ആയിരിക്കും. അതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ ഒരു എഗ്ഗ് സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് ഒരു എംബ്രിയോ ഉണ്ടാകുന്നു. അതേപോലെ വേറൊരു എഗ്ഗും സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് എംബ്രിയോ ഉണ്ടാകുന്നു. ഇത് രണ്ട് എംബ്രിയോസും ഒരേപോലെ ഗർഭപാത്രത്തിൽ വളരാൻ ആരംഭിക്കുന്നു. ഇതാണ് നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും ട്വിൻ പ്രഗ്നൻസി കാണുന്നത് ഈ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുക്കുമ്പോൾ ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില പ്രദേശങ്ങളിൽ ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ചില നമ്മുടെ ജനറ്റിക്കായിട്ടും ചില ആൾക്കാർക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ട്വിൻസൊക്കെ ഉണ്ടെങ്കിൽ ട്വിന്നിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ പ്രഗ്നൻസിയുടെ സിംറ്റംസ് എല്ലാം കുറച്ച് കൂടുതലായിട്ട് വരും. എക്സസീവായിട്ട് ഛർദി, ക്ഷീണം, സംടൈംസ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വയറിൻ്റെ വലിപ്പം പെട്ടെന്ന് കൂടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകാറുണ്ട്. പിന്നെ ട്വിൻ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷന്, ഡയബറ്റീസ് എല്ലാം കൂടുതലായിട്ട് കാണാറുണ്ട്. പ്രീ ടൈം ഡെലിവറി ആകാനുള്ള ചാൻസും കൂടുതലാണ്. ട്വിൻ പ്രഗ്നൻസി ഉള്ളപ്പോൾ ചിലപ്പോൾ സിസേറിയനുള്ള ചാൻസും കൂടുതൽ വരാനുണ്ട്. സിസേറിയൻ കഴിഞ്ഞിട്ടെല്ലാം ബ്ലീഡിങ് എല്ലാം വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ട്വിൻ പ്രഗ്നൻസി ആണെങ്കിൽ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്ത് നോക്കേണ്ടി വരും. അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കൂടുതൽ ചെക്കപ്പുകളെല്ലാം ആവശ്യമായി വരുന്ന ഒരു കണ്ടീഷനാണ് ട്വിൻ പ്രഗ്നൻസി.